ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയം. അങ്കോള പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് നിരവധി വിമത ഗ്രൂപ്പുകളും സർക്കാരും തമ്മിൽ ആഭ്യന്തര സംഘർഷം ആരംഭിച്ചത്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ അമേരിക്കൻ മിഷണറിമാർ പാവപ്പെട്ടവരും നിരാലംബരുമായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ നടത്തിയിരുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം സ്കൂളിൻ്റെ മുകളിൽ ഒരു ബോംബ് വന്നു വീണു. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. നടത്തിപ്പുകാരിൽ ഒരാളായ അമേരിക്കക്കാരനും 3 കുട്ടികളും മരിച്ചു. പല കുട്ടികൾക്കും പരിക്കേറ്റു. ഒരു 8 വയസ്സുകാരുടെ നില അതീവ ഗുരുതരമായിരുന്നു. യുദ്ധകാലമായതിനാൽ ആളുകളൊക്കെ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന സമയം. എങ്കിലും സമീപവാസികൾ പലരും അവിടേക്ക് ഓടിക്കൂടി. മാരകമായി മുറിവേറ്റ പെൺകുട്ടിയുടെ രക്തം ഏറെ നഷ്ടപ്പെട്ടു. അവിടെ എത്തിയ ഗ്രാമവാസികൾ ഒരാൾ ഓടിപ്പോയി സമീപത്തുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ വഴി സർക്കാരിൻ്റെ മെഡിക്കൽ ഗ്രൂപ്പിനെ വിവരമറിയിച്ചു. പെട്ടെന്ന് തന്നെ ഡോക്ടറും നേഴ്സും സ്ഥലത്തെത്തി. ഡോക്ടർ പെൺകുട്ടിയെ പരിശോധിച്ചിട്ട് അത്യാസന്ന നിലയിലാണെന്ന് മനസ്സിലാക്കി. രക്തനഷ്ടവും സംഭവത്തിൻ്റെ ആഘാതവും അവരുടെ ജീവൻ അപകടത്തിലാക്കിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കുട്ടിക്ക് രക്തം നൽകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതോടെ പരിസരവാസികൾ പലരും പതുക്കെ സ്ഥലം കാലിയാക്കി. കാരണം രക്തം നൽകുന്നത് അവർക്കൊക്കെ വലിയ ഭയമായിരുന്നു. ഡോക്ടർ അവിടുത്തെ കുട്ടികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഓരോന്നായി പരിശോധിച്ചു. കുട്ടികളിൽ പലരും പെൺകുട്ടിയുടെ അതേ രക്തഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തി. ആരാണ് രക്തം നൽകാൻ സന്നദ്ധരെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ തികഞ്ഞ നിശബ്ദത. ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു ബാലൻ രക്തം നൽകാമെന്ന് അറിയിച്ചു. ഡോക്ടർ അവനെ അരികിലേക്ക് വിളിച്ചു. പേര് ചോദിച്ചു. അംബേനി എന്നുത്തരം നൽകി. ഒരു മേശപ്പുറത്ത് അവനെ കിടത്തി. സ്പിരിറ്റ് കൊണ്ട് കൈ തുടച്ച ശേഷം രക്തമെടുക്കാനായി സൂചി കയ്യിൽ കയറ്റി. അവൻ കരച്ചിൽ അടക്കി കിടക്കുകയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷേ അല്പസമയത്തിനുള്ളിൽ അവനിൽ നിന്ന് ഉറക്കെയുള്ള പൊട്ടിക്കരച്ചിൽ ഉയർന്നു. അവൻ്റെ പാരവശ്യം കണ്ട് ഒരു അധ്യാപകൻ അടുത്തു വന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. അംബേനി വിതുമ്പിക്കൊണ്ട് അധ്യാപകനോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ആരും ഉണ്ടാകില്ല. നീ മരിക്കുകയോ? അധ്യാപകൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. പിന്നെ എൻ്റെ രക്തം മുഴുവൻ എടുത്താൽ ഞാൻ മരിക്കില്ലേ? അംബേനി ചോദിച്ചു. കേട്ടു നിന്ന ഡോക്ടറും നേഴ്സും അടക്കമുള്ളവർ സ്തംഭരായി. തൻ്റെ രക്തം മുഴുവൻ എടുക്കുമെന്നാണ് ആ ബാലൻ ധരിച്ചു വെച്ചിരുന്നത്. ഡോക്ടർ ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ രക്തം നൽകാൻ തയ്യാറായത്? അവൾ എൻ്റെ കൂട്ടുകാരിയാണ്, അവൻ പറഞ്ഞു. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നലുണ്ടായിട്ടും അവൻ്റെ കൂട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായ ആ ബാലൻ്റെയാണ് യഥാർത്ഥ ദാനം. യഥാർത്ഥ ദാനം ഹൃദയത്തിൻ്റെ അകത്തു നിന്നാണ് വരുന്നതെന്നും അത് നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയാണെന്നും ഈ കഥ സൂചിപ്പിക്കുന്നു. സ്വയം സമർപ്പിക്കുന്നതിന് മറ്റുള്ളവരുടെ ആഴത്തുള്ള പ്രതിബദ്ധതയും അനുകമ്പയും ആവശ്യമാണ്. അവരോട് ദയയും സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നത് അതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ അഭിമാനമായ വീഗാലാൻഡിൻ്റെ ശ്രീ കൊച്ചൗസ ചിറ്റലപ്പള്ളി സ്വന്തം കിഡ്നി വേറൊരാൾക്ക് നൽകിയത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ദാനത്തിന് ഉദാഹരണമാണ്. ഭൗതിക സമ്പത്ത് കൊണ്ട് മാത്രം നേടാനാകാത്ത സംതൃപ്തിയും ലക്ഷ്യബോധവും അത് സൃഷ്ടിക്കും. നാം സ്വയം നൽകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായും ലോകവുമായും നാം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം മൂല്യവും തിരിച്ചറിയാൻ തുടങ്ങുന്നു. പരമാവധി ആൾക്കാരിൽ ഈ കഥ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും അതിന് സഹായിക്കും. ഇനിയും പ്രചോദനാത്മകമായ കഥകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.